കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ജനാധിപത്യത്തെയോ ജനാധിപത്യ സംവിധാനങ്ങളെയോ മര്യാദകളെയോ തരിമ്പും മാനിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. പിന്നെ ഇന്ത്യയുടെ മണ്ണിൽ ഗതികേട് കൊണ്ട് അവർക്ക് അവരുടെ ചൈന അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നടപ്പാക്കിയതുപോലെയുള്ള അധികാരം തോക്കിൻ കുഴലിലൂടെ എന്ന സിദ്ധാന്തം, ഉന്മൂലന സിദ്ധാന്തം, ഇതൊന്നും എടുത്ത് പ്രയോഗിക്കാൻ പറ്റില്ല. പക്ഷേ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും അത് തന്നെയാണുള്ളത്. ഒരു ജനാധിപത്യ സംവിധാനത്തെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ പാർട്ടിയെ അംഗീകരിക്കാനോ ഒക്കെ അവർക്ക് സാധിക്കുമെങ്കിൽ അത് നമ്മൾ ചൈനയിലോ ക്യൂബയിലോ കൊറിയയിലോ ഒക്കെ കാണുമായിരുന്നല്ലോ. അവിടെയൊന്നുമില്ല. അപ്പോൾ ജനാധിപത്യത്തിന്റെ സത്തയെ അടിസ്ഥാനപരമായി തിരസ്കരിച്ച ഒരു പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം എന്നുള്ളത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ രീതിയിലുള്ള യാതൊരു വിധത്തിലുള്ള ജനാധിപത്യ സ്ഥാപനങ്ങളെയോ മര്യാദകളെയോ മാനിക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് സ്വഭാവമല്ല. അങ്ങനെ ചെയ്താൽ അവർ കമ്മ്യൂണിസ്റ്റുകാർ അല്ലാതാവും. അതുകൊണ്ട് ആ ഒരു സിദ്ധാന്തത്തിൽ അവർ അടിയുറച്ച് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ, അത് വൈസ് ചാൻസലർ, പ്രോ വൈസ് ചാൻസലർ അല്ലെങ്കിൽ രജിസ്ട്രാർ, ആര് തന്നെയാണെങ്കിലും, പോലീസുകാരാണെങ്കിലും ഈ ഭരണകൂടത്തിന്റെ ഉത്തരവുകളെ മാനിച്ചേ പറ്റൂ. കാരണം അവർ ഭരണകൂടത്തിന്റെയോ നിയമത്തിന്റെയോ മാത്രം അടിമയല്ല, പാർട്ടി അടിമകളാണ്. അപ്പോൾ പാർട്ടി അടിമകളെ ഈ പറഞ്ഞ ചുമതലകളിലേക്ക് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവർ പാർട്ടിയുടെ ഉത്തരവ് പാലിക്കാൻ നിർബന്ധിതരാണ്, അല്ലെങ്കിൽ അതിന് പ്രതിജ്ഞാബദ്ധരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രമേ അവർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് അനുവദിച്ചു കൊടുക്കണമോ വേണ്ടയോ എന്ന് കേരളീയ സമൂഹത്തെ കൊണ്ട് ഉറക്കെ ചിന്തിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ മറ്റൊരു കാര്യം, അവർ ചെയ്തതൊക്കെ ശരിയാണോ അല്ലയോ എന്ന് ജനങ്ങൾക്ക് ഇപ്പൊ ബോധ്യമാകുന്നതാണ് SFI എഴുതി വെച്ചിരിക്കുന്ന ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെയുള്ള ബാനറുകളിലെ അക്ഷരവും ആശയവും. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം വളർത്തിക്കൊണ്ടുവന്ന വൈസ് ചാൻസലർമാരും അതുപോലെ തന്നെ പ്രോ വൈസ് ചാൻസലർമാരും അവിടുത്തെ അധ്യാപകരും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള അധ്യാപകരും ഒക്കെ എന്താണ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് കൊടുത്തത്, അതാണ് SFI അവിടെ ബാനറിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിൽ എത്രമാത്രം തകർത്ത് കളഞ്ഞു എന്നുള്ളതിന്റെ പ്രത്യക്ഷമായ തെളിവുകളാണ് അവയൊക്കെ. ഇവിടെ നേരത്തെ ശ്രീ ബൽദേവ് പറഞ്ഞതില് ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കേണ്ടതുണ്ട്. BJP ഇതര സംസ്ഥാനങ്ങളിൽ മാത്രം ഗവർണർമാർ ഇങ്ങനെ പെരുമാറുന്നു എന്ന്. ഇവിടെ കേരള ഗവർണറുടെ കാര്യമെടുത്താൽ നമുക്ക് മനസ്സിലാവും. ഗവർണർ പദവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന നിയമനിർമ്മാണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, അതായത് വൈസ് ചാൻസലർ പദവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഗവർണർ എന്ന് പറയുന്ന പദവിയെ ചോദ്യം ചെയ്യുക ഭരണഘടനയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. അങ്ങനെയൊക്കെയുള്ള നിയമനിർമ്മാണം നടത്താൻ സാധ്യമാകുമോ? ആ നിയമനിർമ്മാണത്തിന്റെ കീഴിൽ കണ്ണട ചൊപ്പിട്ട് കൊടുക്കേണ്ട ആളാണോ ഗവർണർ എന്നൊക്കെ അദ്ദേഹത്തിന് ചിന്തിക്കാം. അദ്ദേഹത്തിന് വേണമെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം, പിടിച്ചു വെക്കാം, മറ്റെന്ത് കാര്യങ്ങളും അദ്ദേഹത്തിന് അധികാരം ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ അത് കേവലം BJP ഇതര സർക്കാരുകൾ എന്നുള്ള കാര്യത്തിലല്ല അത് മനസ്സിലാക്കേണ്ടത്. ജനാധിപത്യ വിരുദ്ധമായി, ഫെഡറൽ സംവിധാനത്തിന് വിരുദ്ധമായി, ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള നിയമനിർമ്മാണം നടത്താൻ കമ്മ്യൂണിസ്റ്റ് മനസ്സുള്ള ഇത്തരം ഭരണകൂടങ്ങൾ തുനിഞ്ഞാൽ അത് അപ്പടി അനുവദിച്ചു കൊടുക്കേണ്ട ഒരു റബ്ബർ സ്റ്റാമ്പായി നിൽക്കാൻ എല്ലാ ഗവർണർമാരെയും കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാവുന്നത്. എന്തു തന്നെയാണെങ്കിലും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു നീക്കം, അതിന് പ്രത്യയശാസ്ത്രപരമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യും, അത് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രമാണെന്ന് പറയാനുള്ള ആർജവം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിക്കാതെ മറഞ്ഞു നിന്നുകൊണ്ട് ജനാധിപത്യത്തെ കടന്നാക്രമിക്കുന്ന സ്വഭാവമാണ് ഇപ്പോൾ ഇവിടെ എല്ലാ മേഖലയിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഗവർണർക്കെതിരെയാണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും കലാശാലകളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എന്തും. അപ്പോൾ ഏതെങ്കിലും ഒരാളെ നോമിനേറ്റ് ചെയ്യുമ്പോൾ അത് കാവ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ചുവപ്പുവൽക്കരണം, കമ്മ്യൂണിസ്റ്റ് വൽക്കരണം മാത്രമേ പറ്റൂ, ബാക്കി ഒന്നും ശരിയല്ല, ബാക്കി ഒന്നും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് ജനാധിപത്യമല്ല. അപ്പോൾ ഈ കാവ്യവൽക്കരണം എന്നിവരിങ്ങനെ ആവർത്തിച്ച് ആക്രോശിക്കുമ്പോൾ കാവിയുടെ നിറം ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലേക്ക് പടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് നിറം എവിടെ പോയി എന്നുള്ളതും ചിന്തനീയമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഏതായാലും കാവ്യവൽക്കരണം എന്ന് ആവർത്തിക്കട്ടെ, ഇത്തരം കാര്യങ്ങൾ ഏകാധിപത്യപരമായിട്ട് അവർ ചെയ്യട്ടെ. അതൊക്കെ തന്നെ കമ്മ്യൂണിസത്തിന്റെ അന്ത്യത്തിന് ഏറ്റവും കൂടുതൽ ഗതിവേഗം കൂട്ടുക തന്നെ ചെയ്യും. ഇതാണല്ലോ 56 രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം കിട്ടിയിട്ട് ഇന്ന് 51 രാജ്യങ്ങളും ഇല്ലാതായി. അതിലൊരൊറ്റ രാജ്യം പോലും സമ്പദ് രാജ്യമായിട്ട് നിലനിൽക്കുന്നില്ല, മുഴുവൻ ദരിദ്രമായി നാമാവശേഷമായി പോയി. ഇന്ത്യയിൽ തന്നെ 3 സംസ്ഥാനങ്ങളിൽ അധികാരം കിട്ടി, 2 സംസ്ഥാനങ്ങളിൽ അധികാരം നഷ്ടപ്പെട്ടപ്പോൾ ആ സംസ്ഥാനങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും ദരിദ്ര സംസ്ഥാനങ്ങളാണെന്ന് തിരിച്ചറിയപ്പെട്ടു. ഇന്ന് അവശേഷിക്കുന്ന കേരളം
ഏറ്റവും ദരിദ്രമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളൊക്കെ അതിന്റെ ഇരകളും സാക്ഷികളുമാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് ഇതിനേക്കാൾ ഭീകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് മോചനം നേടുക എന്നുള്ളത് കേരള ജനതയുടെ ചുമതലയാണ്. അതിനുവേണ്ടിയാണ് ഗവർണർ അദ്ദേഹത്തിന്റെ ആ പദവിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ ജനങ്ങളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത്, മാധ്യമങ്ങളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. റബ്ബർ സ്റ്റാമ്പ് അല്ല ഗവർണർ, കേവലം ഒരു റബ്ബർ സ്റ്റാമ്പ് ആയിരുന്നു ഇന്നലത്തെ ഗവർണർമാരെങ്കിൽ ഇന്നത്തെ ഗവർണർമാർ അങ്ങനെയുള്ള റബ്ബർ സ്റ്റാമ്പ് അല്ല. ഇത് എക്സെപ്ഷണൽ കേസും അല്ല. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും ഒക്കെ ഗവർണർമാർ ആരായിരുന്നു എന്ന് നമ്മൾ നോക്കുമ്പോൾ അറിയാം. ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഉന്നത വിദ്യാഭ്യാസമുള്ള കേന്ദ്രമന്ത്രിമാരായിരുന്ന വലിയ നിയമപരമായ പരിജ്ഞാനമുള്ള ആൾക്കാർ. തമിഴ്നാട്ടിലെ ഗവർണർ ആരാണ്? RN രവി എന്ന് പറയുന്ന മുൻ IPS കാരൻ, ആലപ്പുഴയിലും കണ്ണൂരും ഒക്കെ SP ആയിട്ടിരുന്ന വ്യക്തി, ഇന്ത്യയിലെ മുഴുവൻ രഹസ്യാന്വേഷണ സംവിധാനങ്ങളുടെയും സംയോജിത സഭയുടെ ചെയർമാൻ ആയിരുന്ന വ്യക്തി. വിവരം കെട്ടയാളൊന്നുമല്ല, കേവലം രാഷ്ട്രീയക്കാരനുമല്ല. നമ്മുടെ മലയാളിയായിരുന്ന CD ആനന്ദബോസ് എത്രയോ അഭിമാനകരമായ രീതിയിൽ അദ്ദേഹത്തിന്റെ സർവീസ് കാലഘട്ടം പൂർത്തിയാക്കിയിട്ടാണ് പശ്ചിമ ബംഗാൾ ഗവർണർ സ്ഥാനത്തേക്ക് പോയത്. അദ്ദേഹം എടുക്കുന്ന നിലപാടുകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നിയമപരമായിട്ടുള്ള അറിവുണ്ട്, ഭരണപരമായ പരിജ്ഞാനമുണ്ട്. അത്തരം കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിനെ അദ്ദേഹം ഉപദേശിക്കുന്ന വ്യക്തിയുമായിരുന്നു. അപ്പോൾ നിസ്സാരക്കാരല്ലാത്ത, കാര്യഗൗരവമുള്ള, അനുഭവജ്ഞാനമുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും വന്നിരിക്കുമ്പോൾ കേവലം റബ്ബർ സ്റ്റാമ്പായിട്ട് അവരെ ഉപയോഗിക്കാൻ സാധ്യമല്ല എന്ന് അവർ തെളിയിച്ചാൽ അത് BJP ഇതര സംസ്ഥാനങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനമല്ല, മറിച്ച് നിയമവാഴ്ച ഉറപ്പുവരുത്തുകയും ജനാധിപത്യ സംവിധാനം നിലനിർത്തുകയും ഫെഡറൽ സംവിധാനം അരക്കിട്ടുറപ്പിക്കുകയും ചെയ്യാൻ ഗവർണർമാർ ചെയ്യേണ്ടത് എന്തോ അവരത് ചെയ്യുന്നു എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവരെ അല്ല കുറ്റം പറയേണ്ടത്, അവരുടെ പദവികൾ മാനിക്കാത്ത സംസ്ഥാന സർക്കാരുകളാണ് തിരുത്തേണ്ടത്.